അതിർത്തിയിൽ സംഘർഷ സാധ്യത നിലനിൽക്കെ രാജ്യത്ത് മോക്ക് ഡ്രില്ലിനായി ഒരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തെ 244 ജില്ലകളിൽ നാളെ നടക്കുന്ന മോക്ക് ഡ്രില്ലിൽ എറണാകുളവും തിരുവനന്തപുരവും ഉൾപ്പെടുന്നു. 24 മണിക്കൂറിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രണ്ടാം തവണയും കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗത്തിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യ സൈനിക ആക്രമണം നടത്തിയേക്കാമെന്ന പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ മോക്ക് ഡ്രിൽ നടത്തുന്നതിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരുക്കങ്ങളാണല്ലോ. എന്തൊക്കെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇതേക്കുറിച്ചുള്ള വിലയിരുത്തൽ? തിരുവനന്തപുരത്തും കൊച്ചിയിലും ഏത് രീതിയിലായിരിക്കും ഈ മോക്ക് ഡ്രിൽ നടത്തുക? മഞ്ജുഷ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് മോക്ക് ഡ്രിൽ നടത്താനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. രാജ്യത്തെ 243 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുക. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 3 ഗുജറാത്തും പഞ്ചാബും രാജസ്ഥാനും. ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ചില ജില്ലകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരവും കൊച്ചിയും തന്ത്രപ്രധാനമായ ജില്ലകളാണ്. സദേൺ നാവൽ കമാൻഡും ഒപ്പം തന്നെ എയർഫോഴ്സ് കമാൻഡും ഒക്കെ തന്നെ ഈ 2 ജില്ലകളാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഇടങ്ങളിലും സമാനമായ രീതിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഇന്നേതായാലും ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ചില സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരൊക്കെ തന്നെ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. അതിർത്തിയിലെ സാഹചര്യം വിലയിരുത്തി ചില അതിർത്തിയിൽ നിന്നെങ്കിലും ആളുകളെ ഒഴിപ്പിക്കേണ്ടതുണ്ട്, അക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ ഈ മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ഏതായാലും ചർച്ചയായി. അങ്ങനെ എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കവും നടത്തുകയാണ് ഇന്ത്യ. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യത്തിന്റെ ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോൾ ഏറെ ചർച്ചയായിട്ടുള്ളത്. അതായത് ഏത് നിമിഷവും സൈനിക നീക്കം ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകാം, LOCയിൽ ഇന്ത്യ ആക്രമണം നടത്തിയേക്കാമെന്ന പ്രതികരണമാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് നടത്തിയിട്ടുള്ളത്. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഒരു മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. കാരണം രാകേഷ്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടാണല്ലോ അംഗരാജ്യങ്ങളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പതിവ് വാദം അവിടെ ഉന്നയിക്കുകയായിരുന്നു, പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ല എന്ന്. പക്ഷേ ചോദ്യശരങ്ങളായിരുന്നില്ലേ പാകിസ്ഥാന് നേരെ ഉയർന്നത്? അതെ മഞ്ജുഷ, പതിവ് വാദം പാകിസ്ഥാൻ ആവർത്തിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒന്ന്, ഏറ്റവും പ്രധാനമായും പാകിസ്ഥാന്റെ വാദങ്ങൾ അംഗരാജ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. കൂടാതെ പാക് ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തോയ്ബയുടെ പങ്ക് ഇതിലെന്താണ്, പഹൽഗാം ആക്രമണത്തിൽ എന്താണെന്ന ചോദ്യം അംഗരാജ്യങ്ങൾ ഉന്നയിച്ചു. ഒപ്പം പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളുമായി പ്രകോപനം നടത്തുന്നുണ്ട്. 2 തവണ അവിടെ മിസൈൽ പരീക്ഷിച്ചു. അതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ ആണവായുധം പ്രയോഗിക്കുമെന്ന പ്രസ്താവനകൾ പാകിസ്ഥാന്റെ നേതാക്കളുടെ ഭാഗത്തുണ്ടായി, അതിനെയും ചോദ്യം ചെയ്തു. അങ്ങനെ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ, സുരക്ഷാ സമിതി യോഗത്തിൽ പാകിസ്ഥാൻ ഉണ്ടായത്. ഏതായാലും ഒരു വശത്ത് ഇത്തരം നീക്കങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുമ്പോഴും മറുവശത്ത് ചില രാജ്യങ്ങളുടെയെങ്കിലും പിന്തുണ ഉറപ്പാക്കി ഇത്തരത്തിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ കൂടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. റഷ്യയുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ തന്നെ, റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയൊക്കെ തന്നെ അതുമായി കൂട്ടി വായിക്കാവുന്നതാണ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യം തയ്യാറെടുക്കുകയാണ്. ഏത് നിമിഷവും അതിർത്തിയിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്.